ഹലോ ഫ്രണ്ട്സ്, തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ പുതിയ വർഷം തുടങ്ങുമ്പോഴും നമുക്കൊരു സ്പെഷ്യൽ ഡേ ഉണ്ടാവില്ലേ? കലണ്ടറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സ്പെഷ്യൽ ഡേ ഫസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ചെന്ന് നോക്കും. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ തോറ്റം. അപ്പോൾ അതായത് നമ്മുടെ തോറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയ് മാസത്തിലായിരുന്നു കേട്ടോ നമ്മുടെ തോറ്റം നടന്നത്. പ്രതിഷ്ഠ മുന്നേ നടന്നു. ഇപ്രാവശ്യം നമ്മുടെ തോറ്റം പൂർവാധികം ഗംഭീരമായിട്ട് തന്നെ നടന്നു കേട്ടോ. ആളുകളും കൂടിയിട്ടുണ്ട്, ആഘോഷങ്ങളും ഓരോ കൊല്ലം ചെല്ലുന്തോറും കൂടി കൂടി വരികയാണ്. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ടാമത്തെ തോറ്റാണ്. ആദ്യത്തെ തോറ്റം നമ്മൾ ഗംഭീരമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ചടങ്ങുകളൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ടായത്, മുത്തുവിൻ്റെ അരങ്ങേറ്റം തോറ്റം ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഗുരുവായൂർ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു. അത് 5 മണിക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പോകാനായിട്ട് ഞങ്ങളെല്ലാവരും, അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി പോകണം. അപ്പോൾ ഇവിടെ എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകേണ്ട വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എഴുന്നള്ളിക്കുന്ന നേരത്തെ ഇവിടെ നിൽക്കണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ മുത്തുവിൻ്റെ അവിടേക്ക് നേരം വൈകാണ്ട് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ദക്ഷിണ കൊടുക്കലും ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആകെ കൂടിയൊരു തിക്കും തിരക്കും ബഹളം. ഉച്ചക്കിലത്തെ എഴുന്നള്ളിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിൻ്റെ പേര് കാക്കനാട്ട് ഭഗവതി ക്ഷേത്രം എന്നാണ്. നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തോറ്റത്തിന് ഈ 2 ദിവസം അടിച്ചു പൊളിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിച്ചു പൊളിക്കും. ആഘോഷിക്കാനായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു തറവാട്ട് ക്ഷേത്രമാണ് നമ്മുടെ. അതായത് ചടങ്ങുകളും എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ടെങ്കിലും അപ്പുറം ആഘോഷം എങ്ങനെ പരമാവധി ആഘോഷിക്കാം, നമ്മുടെ തോറ്റം എൻജോയ് ചെയ്യാം, അതാണ് നമ്മളെല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത്. അത് അങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഒരു ഫാമിലി, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് കുടുംബാംഗങ്ങൾ കൂടുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ തറവാട്ട് ക്ഷേത്രത്തിലും എല്ലാവരും കൂടുന്നത്. ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസമില്ല. അതെല്ലാവരും നമ്മുടെ ഫാമിലിയാണ്. എന്നാൽ വെച്ചാൽ പോലും നമ്മുടെ ഒരു വീട്ടിൽ കൂടുന്നത് എങ്ങനെയാണ് അതേ ആഘോഷത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് നമ്മളെ തോറ്റം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കട്ടെ. അതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ ഓരോ കൊല്ലം നമ്മൾ ഈ തോറ്റം വെയിറ്റ് ചെയ്തിരിക്കുന്നത്, എല്ലാവരും കാണാനും. നമ്മൾ ഒരു അമ്പലത്തിൻ്റെ ചടങ്ങുകൾക്ക് ഉപരി നമ്മൾ എല്ലാ കുടുംബാംഗങ്ങളും കൂടുന്ന 2 ദിവസമാണ് നമ്മുടെ തോറ്റം എന്ന് പറയണത്. ഞാൻ വന്നുള്ളൂ കേട്ടോ. ഞാൻ അന്ന് കാലത്തല്ല ദിവസം വൈകുന്നേരം വരാറ്, തലേദിവസം വരാറ്. അന്ന് എനിക്ക് പറ്റിയില്ല, അപ്പം ഞാൻ വരണുള്ളൂ. തുട്ടി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആകെ ഇപ്പോൾ മുത്തുവിൻ്റെ അവിടേക്ക് പോകണ കാരണം നല്ല ധൃതിയാണ്. 2 ദിവസമായിട്ട് പരിപാടികൾ നടക്കുക. അതിൽ ഫസ്റ്റത്തെ ദിവസം തോറ്റം, പിറ്റേ ദിവസം പാട്ടായിട്ടാണ് ചടങ്ങുകൾ നടക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ സന്തോഷേട്ടൻ തന്നെയാണ് കേട്ടോ നമ്മുടെ തോറ്റത്തിൻ്റെ പാട്ട് പാടാൻ വന്നത്. അവർ കുറച്ച് കൊല്ലങ്ങളായിട്ട് അവർ തന്നെയാണ് നമ്മുടെ ആഘോഷത്തിൽ പങ്കുചേരാറുള്ളത്. ഇതേ കണ്ട അവരുടെ തുട്ടിയുടെ സെക്ഷൻ തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ 2 ദിവസം ഇവരുടെ അടിച്ചുപൊളിയാണ്. വർത്താനം പറഞ്ഞ് നിർത്തലുണ്ടാവില്ല. ഉറക്കൊളച്ച് ഇരിക്കൂട്ടാ. പിന്നെ അതൊക്കെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 ദിവസം ഉറക്കമെന്ന് പറയുന്നുണ്ടാവില്ല. അമ്പലത്തിൽ തന്നെ ഫുൾ ടൈം എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു ഉറക്കമുണ്ട്. അതുവരെ ഉറക്കൊളച്ചിരിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ഉറങ്ങിയിട്ട് വരും. തുട്ടി ഫുൾ ടൈം ഇരിക്കും കേട്ടോ. തുട്ടിയും മുത്തൊക്കെ ഇരിക്കാറുണ്ട്. എനിക്കൊന്ന് ഇടയ്ക്ക് വീട് തൊട്ടപ്പുറത്തായ കാരണം ഞാനൊന്ന് പോയി ഒന്ന് കണ്ണടയ്ക്കും. പിന്നെ എഴുന്നള്ളിപ്പിന് നേരം ആരെങ്കിലുമൊക്കെ വന്ന് വിളിക്കും. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ട്, എഴുന്നള്ളിപ്പിന് മുന്നും എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടാണ് സാധാരണ കഴിക്കാറുള്ളത്. പക്ഷെ നമുക്കിങ്ങനെ ഗുരുവായൂർക്ക് വരെ പോകണ്ടേ. അപ്പോൾ നമുക്ക് എപ്പോഴാണ് പോകണമെന്ന് അറിയില്ലല്ലോ. അത് കാരണം ഞങ്ങൾ വേഗം ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നു കേട്ടോ. പിള്ളേരൊക്കെ വിളിച്ച് ഇരുത്തി. അപ്പോൾ സദ്യയൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ പിള്ളേർ സെക്ഷനായിട്ട് അല്ലാതും വിളമ്പാനൊക്കെ നിൽക്കണത്. ഫുഡ് കഴിച്ച് വന്നപ്പോൾ എഴുന്നള്ളിപ്പിന് എല്ലാവരും കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, തുള്ളാനൊക്കെയുള്ള കോമരങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അമ്പലത്തിലെ കോമരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങൾ തന്നെയാണ് കേട്ടോ. പുറത്തുനിന്ന് നമുക്ക് ഇതുവരെ ദൈവം സഹായിച്ച് തുള്ളാനായിട്ട് ആരും വിളിക്കേണ്ട വന്നിട്ടില്ല. ഇനിയും അങ്ങനെ ആവാതെ ഇരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇപ്പോഴത്തെ കോമരങ്ങൾ നമ്മുടെ പൂർവ്വ കോമരങ്ങളിലെ അനുഗ്രഹങ്ങളും അച്ഛനമ്മമാരുടെയും
മുതിർന്ന ആളുകളുടെയൊക്കെ അനുഗ്രഹമൊക്കെ മേടിച്ച് 41 ദിവസത്തെ വ്രതത്തോട് കൂടിയിട്ടാണ് അവർ നമ്മുടെ ചടങ്ങുകൾ ഭംഗിയായിട്ട് കൊണ്ട് നടത്തുന്നത്. ഇനിയും ഇതേപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രഘുമോഹൻ ചേട്ടൻ, പൊന്നൂസ്, പിന്നെ ആരാ, രാജേഷ് പാപ്പൻ, കുഞ്ഞൻ. രാജേഷ് പാപ്പനൊക്കെ പണ്ട് തൊട്ടേ അച്ഛൻ്റെയൊക്കെ ഒരു സമയം തൊട്ടേ പാപ്പനുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇപ്പോൾ പുതിയ ആളുകളായിട്ട് ഇങ്ങനെ വരുന്ന കാരണം നമ്മുടെ ചടങ്ങുകൾക്കൊന്നും വലിയ പ്രശ്നമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പണ്ടത്തെ ആ ഒരു ചടങ്ങുകളൊക്കെ നിലനിർത്താനും അല്ലെങ്കിൽ അവർക്ക് അതിനോടൊരു താല്പര്യക്കുറവല്ല, അവർക്കൊരു ശമ്പളമാണ് എനിക്ക് തോന്നുന്നത് തുള്ളാനൊക്കെ ഉള്ളവർ. അത് കാരണം നമ്മുടെ വീട്ടിൽ കുറെ അംഗങ്ങളുണ്ട്, ആൺപിള്ളേർ കുറെ പേരുണ്ടെങ്കിലും എല്ലാവർക്കും വരാനായിട്ടൊരു മടിയുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ പറയും വാടാ തുള്ളാനായിട്ട് എല്ലാവരും നിൽക്കും. നമ്മളെ എല്ലാവരും കൂടി നിരന്ന് നിൽക്കുമ്പോ ആ ഒരു ബലം ഉണ്ടല്ലോ. കുറേ ആൺപിള്ളേരുണ്ട്, പക്ഷെ എല്ലാവർക്കും എന്താ പറഞ്ഞ നമ്മുടെ ആനയ്ക്ക് തന്നെ തുള്ളേണ്ട കാര്യം ഞങ്ങൾ പറയുമ്പോൾ ഇല്ല തുള്ളൊന്നുമില്ല എന്നുള്ളൊരു ലെവലാണ്. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചമ്മലും ഉണ്ടായിരിക്കും, അവനൊക്കെ അറിയാം, എന്നാലും ഒരു ചമ്മലുണ്ടാവും. അങ്ങനെ നമ്മുടെ അമ്പലത്തിലത്തെ ഒരു ചടങ്ങായിട്ട് കണ്ടിട്ട് ചെയ്താൽ മതി. അത് അങ്ങനെ. പക്ഷെ പെൺകുട്ടികൾക്ക് ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യം കൂടുതലായിട്ടാണ് എല്ലാം ചെയ്യാ, എന്ത് വേണമെങ്കിലും ചെയ്യാനാണ്. പിള്ളേർക്ക് ഇത്തിരി പിന്നെ വഴിഞ്ഞ് നിൽക്കണമുണ്ട്. എല്ലാത്തിലും ഒരു കൂടിട്ടാ തുള്ളാനായിട്ട് മാത്രമല്ല. പിന്നെ തുള്ളാണത് വെറുതെ തുള്ളിയാൽ മതില്ലേ, നമുക്ക് അതിനെ കുറിച്ച് അറിയണല്ലോ. പിന്നെ 41 ദിവസം വൃതം വേണം, അതിൻ്റെതായ ചടങ്ങുകള് നല്ല രീതിയിൽ കൊണ്ടുപോകണം. പിന്നെ എന്താ പറയാ, ഇപ്പോഴത്തെ പണ്ടത്തെ ഇപ്പൊ നമ്മുടെ വല്യച്ഛന്മാരും നമ്മുടെ അച്ഛൻ അവരൊക്കെയാണ് തുള്ളിയിരുന്നത്. അവിടെ ഇപ്പൊ അനുഗ്രഹം വാങ്ങിച്ച ആൾക്കാരൊക്കെ നമ്മുടെ ദാസവല്യച്ഛൻ, ബാലകൃഷ്ണൻ പാപ്പൻ, അച്ഛൻ, കണ്ണപ്പാപ്പൻ, അവരൊക്കെ എന്ന് പറഞ്ഞാലും അവിടെ അവർക്ക് ജോലികൾ അവിടെ അടുത്തുള്ള അങ്ങനെയൊക്കെയാണ് ജോലി, പുറത്ത് പോയിട്ടുള്ള ജോലികളൊന്നും ചെയ്യണ്ട. പക്ഷെ ഇപ്പോഴത്തെ ചേട്ടന്മാർക്കെന്ന് പറയുന്നത് അങ്ങനെയല്ല, അതുകൊണ്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ മുൻ കോമരങ്ങളൊക്കെ ദാസവല്യച്ഛൻ, അച്ഛൻ, ബാലകൃഷ്ണൻ പാപ്പൻ ഇപ്രാവശ്യം തുള്ളിയുണ്ടായിരുന്നു, അത് കളത്തിന് തുള്ളിയുണ്ടായിരുന്നു. അവർക്കൊക്കെ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളാണ്. അവരൊക്കെ തുള്ളണ ആ ഒരു സമയം ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഇപ്പം നമ്മുടെ ഓരോ തലമുറകൾ പിന്നെ അച്ചാച്ചന്മാര് ചന്ദ്രച്ചാച്ചനും കൊച്ചക്കച്ചാച്ചനും എങ്ങനെയുണ്ട്? കൊച്ചക്കച്ചാച്ചൻ്റെ എന്താ അവരെ തലമുറ ഓരോരുത്തർക്കും തലമുറകൾ മാറി മാറി ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ അതിനൊന്നും ആളുകൾക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് വ്യത്യാസം. ഇപ്പൊ നമ്മുടെ അച്ഛൻ കഴിഞ്ഞാൽ ഇപ്പൊ പാപ്പൻ ചെയ്യുന്നുണ്ട്, പനന്തു അത് വേണ്ട, അവന് താല്പര്യമില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ തുള്ളലും മാത്രമല്ല, നമ്മൾ 2 ദിവസം തോറ്റം പാട്ടിനും കുറേ ചടങ്ങുകൾ അതിൻ്റെ അപ്പുറത്ത് ഉണ്ട്. അതൊക്കെ ചെയ്യാനും പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ മുതിർന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ അതിന് കൂടുതൽ എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് നല്ല അറിവുള്ളത് പൊന്നൂസിനാണ്. അവൻ അത്രയ്ക്ക് ഏജൊന്നും ആയിട്ടൊന്നും ഇല്ല, പക്ഷെ അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച, ചിലപ്പോൾ അവൻ ചെറുപ്പം തൊട്ടിട്ട് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പാട്ട് പാടിയാള് അത് പാട്ടിൻ്റെ ദിവസം അവൻ കളം നടക്കുമ്പോൾ പാട്ടൊക്കെ പാടിയിരുന്നു കേട്ടോ. അത്രയും അതിന് നന്നായിട്ട് അതിന് ഇഷ്ടം കൊണ്ടും കൂടിയാണ്. അതെ, അപ്പോൾ ഇപ്പം നമ്മുടെ എഴുന്നള്ളിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ കളർഫുൾ സെക്ഷൻ വന്നെത്തിയിട്ടാ വൈകുന്നേരത്തെ എഴുന്നള്ളിപ്പ്. അതിന് എല്ലാവരും ഒരുങ്ങി എന്ത് കളർഫുള്ളാന്ന് പറയും. സെറ്റ് മുട്ടൊക്കെ എടുത്ത് പെൺകുട്ടികളാണ് ഈ നേരം ഹൈലൈറ്റ് ആവട്ടാ. പക്ഷെ ഇപ്പൊ സെറ്റ് മുണ്ടും പണ്ട് പട്ടുപാവാടി അതല്ലേ കളർഫുൾ ഒന്നും കൂടി. ഇപ്പൊ എല്ലാവരും സെറ്റ് മുണ്ട് വെച്ച് ഞങ്ങളൊക്കെ പട്ടുപാവാടി ഇട്ട് നടന്നിരുന്ന സമയം ഇപ്പൊ നമ്മള് സെറ്റ് മുണ്ടിലേക്കായി. കല്യാണമൊക്കെ കഴിഞ്ഞ് അമ്മമാരായി. അതൊരു കാലമായിരുന്നു. അന്ന് ഭയങ്കര മത്സരമായിരുന്നു. എന്നിട്ട് പാറമേക്കാവ് തിരുമ്പാടിന്ന് അറിയാം. അതന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ മത്സരമാണ്. പട്ടുപാവാട ഏത് കളർ അത് പറയില്ല, സസ്പെൻസ് ആക്കി വെക്കും. അന്ന് വൈകുന്നേരം കാണാൻ പറ്റുള്ളൂ ഏത് പട്ടുപാവാടി. പിന്നെ ഏകതാലം എടുക്കാനായിട്ട് നറുക്കെടുപ്പും പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് നിറയെ പെൺകുട്ടികളായിരുന്നു, ഫുൾ പെൺപിള്ളേരായിരുന്നു. അപ്പോൾ ഭയങ്കര എഴുന്നള്ളിപ്പിന് നേരത്ത് ഭയങ്കര മത്സരം പോലെയായിരുന്നു, ആരാ ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരിക എന്നുള്ളത്. അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ തറവാട്ടിൽ പെൺപിള്ളേർ പണ്ടത്തെ അത്ര ഇല്ല. ഇപ്പം ഞങ്ങളൊക്കെ പട്ടുപാവാടക്കാരികളൊക്കെ ഇപ്പം സെറ്റ് മുണ്ടുമ്പോൾ കയറി. അമ്മമാർക്കൊന്നും ഒരു വ്യത്യാസമില്ലല്ലോ, അവരൊക്കെ അതേപോലെ വ്യത്യാസമായി. ഇത് അപ്പൊ പാപ്പൻ വീഡിയോ എടുക്കണ്ടെന്ന് പറയാ. പാപ്പന്റെ കാണിക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് എന്തായാലും പാപ്പ കാണിച്ചിരിക്കുന്നു.
അങ്ങനെ വൈകുന്നേരത്തിൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ അനുഗ്രഹം വാങ്ങിക്കലും പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ താലെടുക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഇപ്പം നമ്മുടെ മക്കൾ പട്ടുപാടകളിലേക്ക് കയറി ഇറങ്ങി ഓരോരുത്തരും. അങ്ങനെ എഴുന്നള്ളിപ്പിന് നമ്മൾ പുറത്ത് പുത്തൂർ സെൻറ്ററിൽ നിന്ന് കേട്ടത് ഉണ്ണിക്കുട്ടനും ഗുമ്മും അനന്തൂന് ആക്സിഡൻറ്റ് പറ്റിയിട്ടിരിക്കുന്ന കാരണം അവന് വരാൻ പറ്റിയിട്ടില്ല. ഉണ്ണി വാശി പിടിച്ച കാരണം ഉണ്ണിക്കുട്ടൻ മുകളിലിരുന്ന് കാണുന്നു. അങ്ങനെ ഞങ്ങളെല്ലാരും മീൽക്കൂട്ടൻ സുന്ദരിയായിട്ട് ഒരുങ്ങി താലം തന്നെ പിടിക്കണം പറഞ്ഞിട്ട് എന്നെ കൊണ്ട് തൊടിപ്പിക്കണ്ടായിരുന്നില്ല, അവള് തന്നെ പിടിച്ചത്. കൊറേ പേരോട് പറഞ്ഞു വയ്യാണ്ടായിന്ന്, അപ്പോഴാണ് ഞാൻ പിടിച്ചത്. ഞങ്ങള് മുത്തുവിന്റെ അരങ്ങേറ്റം കഴിഞ്ഞ് അവിടുന്ന് ഊട്ടി ഇവിടെ എഴുന്നള്ളിപ്പ് തുടങ്ങുമെന്ന് പേടിച്ചു. പക്ഷെ ഞങ്ങള് വന്നിട്ടാണ് എഴുന്നള്ളിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ നേരത്തെ ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തി. അതൊരു ടെൻഷനായിരുന്നു അല്ലേ. മുത്തു ആ വേഷത്തില് വന്ന് അവൾക്ക് തൊഴുതു. അതൊരു വലിയ അനുഗ്രഹം. ഞങ്ങക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടാ. അതെടുത്തില്ല ഞങ്ങള് വന്നിട്ട് അവിടെ രസ് ചെയ്യാനായിട്ട് പോയി. മുത്തു നേരെ വന്ന് അമ്പലത്തിൽ ആ വേഷത്തിൽ തന്നെ ചെലങ്കിയൊക്കെ ഇട്ട് തൊഴുതിട്ടാണ് വേഷം മാറിയത്. അതൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നല്ലേ. നമ്മളെ വലിയൊരു ബുദ്ധിമുട്ടായിട്ടാവുമെന്ന് പേടിച്ചിരുന്നു. അവള് ചിലപ്പോ എന്താ പറയാ, അവള് ഏറ്റവും കൂടുതൽ ചിലപ്പോ ദേവിയോട് പറഞ്ഞിട്ടുണ്ടാവുക ഡാൻസിന്റെ കാര്യമൊക്കെ. അപ്പൊ അന്നത്തെ ദിവസം തന്നെ അവൾക്ക് അത് രണ്ടും പറ്റി. അപ്പൊ നമ്മളതൊരു ബുദ്ധിമുട്ടായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും രണ്ടും കാണാൻ പറ്റില്ല എന്നൊക്കെ പേടിച്ചിരിക്കുന്നു. പക്ഷെ എല്ലാം ഭംഗിയായിട്ട് അവിടുത്തെ പരിപാടിയും ഭംഗിയായിട്ട് കറക്റ്റ് സമയത്ത് ഇവിടെ എത്തി. അവൾക്കാണെങ്കിൽ ആ വേഷത്തിൽ വന്ന് ദേവീനെ തൊഴാനും പറ്റി. വേറൊരു ദിവസമാണെങ്കിൽ നമുക്കത് ചിലപ്പോൾ ദേവിക്ക് പുടവ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതന്നെ വൈകുന്നേരത്തെ പുടവ ദേവിയുടെ പുടവ അവളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവള് തന്നെ സ്വയം ഇങ്ങനെ എന്താ പറയാ ഉടുപ്പിക്കണ രീതിയിൽ തുന്നിയിട്ടൊക്കെ ആയിരുന്നു. വിജയമായി എന്നെ വീഡിയോയില് കാണിക്ക് പോസ് ചെയ്ത് പോകണ്ടായിരുന്നു. മോനുമായി ഉണ്ട് കൂടെ, അമ്മമാരെല്ലാരും ഉണ്ട്. എല്ലാരും സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങി പോകുന്നുണ്ട് കേട്ടാ. ഞാൻ വീഡിയോ എടുക്കണ കാരണം താലെടുത്തില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഒന്നാമത് നേരം വൈകി വന്ന കാരണം ആകെ ധൃതിയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും താലെടുക്കാറുണ്ട്. ഞാൻ തേച്ച് വെച്ച കാരണം എന്തായാലും എങ്ങനെയല്ലേ ഡ്രസ്സ് മാറിയിട്ട് എടുത്തേ പറ്റുന്നു വിചാരിച്ച് എടുത്തുകൂടെ മാറിയില്ല. ഞാൻ ആ സാരി തന്നെയായിരുന്നു. സെറ്റ് മുണ്ടൊന്നും എടുക്കാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഇതേ മീൻകുട്ടനും തുട്ടി വരുന്നുണ്ട്. മീൻകുട്ടൻ താലം തുട്ടിക്ക് കൊടുക്കണില്ല. അവിടെ തിരുന്നൊന്നില്ലല്ലോ, വയ്യാണ്ട ഇപ്പൊ തന്നു. പിന്നെ എന്താ വെച്ചാൽ ചേട്ടന്മാരുടെ ഭാര്യമാരുടെ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ തറവാട്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടാ. കുറെ പേര് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അവര് തോറ്റം കൂടിണ്ട്. അമൃത്തില്ല ഇവരൊക്കെ നമ്മളൊരു കൊല്ലത്തിലാണ് കേട്ടാ കാണുന്നത്. നമ്മൾ എപ്പോഴും കാണുന്ന ആൾക്കാരില്ല. അപ്പൊ നമുക്ക് കുറേ വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറയാനുണ്ടാവും. ഈ കൊല്ലം തോറ്റത്തിന് കുറേ പേരായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തേക്കാളും എന്തോരം വരെയായിരുന്നു. താലം പിടിച്ചിട്ട് നിക്കണ കാണാൻ തന്നെ ഭംഗിയായിരുന്നു. ആ റോഡ് മൊത്തം നമ്മളല്ലേ എത്ര ഇതിലായിരുന്നു ലാസ്റ്റ് താലൊക്കെ ഉണ്ടായിരുന്നത്. അത്രയും പേര് നമ്മളുണ്ടായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതൊക്കെ നമ്മളെ ആൾക്കാര് ചടങ്ങ് ഗംഭീരാക്കണത് ആളുകളുടെ കൂട്ടായ്മയാണ്. അപ്പൊ അത്ര ആളുകൾ വരുന്നു. അത്രയും തങ്ങളുടെ തറവാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓളി ബഹളം ഡാൻസ് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ആർക്കും ഒരു മടി അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടാ. നീ കളിക്കണ്ട അങ്ങനെയൊന്നും പറയാനും. ഇപ്പൊ എഴുന്നള്ളിപ്പ് നടക്കുന്നത് പുത്തൂർ സെന്ററിൽ നിന്നാണ്. പുത്തൂർ സെന്ററിൽ നിന്ന് എഴുന്നള്ളിച്ച് നമ്മുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ അമ്പലത്തിൽ തന്നെ, വൈകുന്നേരം ആകുമ്പോൾ സെന്ററിൽ നിന്ന് എഴുന്നള്ളിക്കും. ഒരു 9 മണി മുതലൊക്കെ നേരത്താണ് എഴുന്നള്ളിപ്പ് നടക്കുക. വണ്ടികളൊക്കെ പിന്നെ ഇതാണ് സന്തോഷ് പാപ്പൻ്റെ. അപ്പോൾ നമ്മുടെ അമ്പലത്തിലത്തെ പ്രസിഡന്റ് പാപ്പനാണ് കേട്ടോ. ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ അതിന് പിന്നിൽ കുറേ കാര്യങ്ങളുണ്ടാവും കേട്ടോ. പാപ്പൻ കുറേ നാളായിട്ട് ഇതിൻ്റെ പിന്നാലെ തന്നെയായിരുന്നു. നിൽക്കാനിരിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല. അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കണ്ടേ. അത് കാരണം എല്ലാത്തിനും ഓടി നടക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടന്നു കേട്ടോ. അവിടെ എത്തിയപ്പോ താലം പിടിക്കാനായിട്ട് വാശി പിടിച്ച് വീണ്ടും പിടിച്ചു. പിന്തേച്ചിരി എടുക്കാത്ത കാരണം ഞാൻ അവളെ പിടിച്ചു നിർത്തിയതാണ്. അല്ലെങ്കിൽ അവളെ കാണില്ല. ദേസി കുട്ടേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടാ. അമ്മയൊന്നും ഡ്രസ്സൊന്നും മാറിയില്ല. അമ്മയൊക്കെ ആ സാരി എടുത്തിട്ട് തന്നെയായിരുന്നു. മുത്തേച്ചി ഇപ്പൊ എങ്ങനെയാന്നറിയില്ല, അത്രയും മേക്കപ്പ് ഒക്കെ അവള് കളഞ്ഞിട്ട് സെറ്റും മുണ്ട് എടുത്തിട്ടാണ് അവള് വന്നത്. അതെങ്ങനെയാന്ന് മനസ്സിലായി. ശ്രീതുള്ള കാരണം മുത്തുവിനെ അവിടെ ഒക്കെ ഊരാനും സഹായിക്കാനൊക്കെ പറ്റിയത് കാരണം ശ്രീതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ സെന്ററിൽ എത്തിയപ്പോഴേക്കും മുത്തു റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 ഏകതാലം ഉണ്ട്. അപ്പോൾ ഒരു താലം ഏകതാലം അമ്മും മറ്റേ താലം ഹീരിയാണ് എടുത്തോളൂ. എഴുന്നള്ളിപ്പ് പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടാ.
നേർച്ചകൾ കൊണ്ടുവന്നോയി നിങ്ങളോരമ്മ ഭഗവാനാണെങ്കിൽ എന്തെല്ലാം നേർച്ചകൾ കൊണ്ടുവന്നോളേ പള്ളിവാഴ മാത്രമേ കൊണ്ടുവന്നോളേ ചെറുപ്പം കൊണ്ടു ഇതിനാണ് പള്ളിവാൾ വെക്കാൻ പോരഞ്ഞോരില്ല എന്റെ കുഞ്ഞ് ചെറുപ്പം കൊണ്ടു കൊണ്ടാണ് പള്ളിവാൾ വെക്കാൻ പറഞ്ഞോരില്ല പള്ളിവാൾ വെക്കാൻ പറഞ്ഞ തിരുവടിക്ക് ഇതിനൊരു പ്രതീക്ഷ കാണിക്കും ഞാൻ പള്ളിവാൾ വെക്കാൻ പറഞ്ഞ തിരുവടിക്ക് വാണ് പൊട്ടം കാടിച്ചു മല കയറി നടക്കുന്ന പശുന്റെ പശുവിനെ പൊട്ടം കാടിച്ചു ചോടും വേളാർ മണിപ്പൂവേ കൊണ്ടും പൂവായിട്ട് തോറ്റി ദേവിയെ മണിപ്പൂവേ കൊണ്ടും പൂവായിട്ട് തോറ്റി വടിയേറങ്ങേ കയ്യോ ചുരുക്കി കൂടാ കാലോ മടക്കി കൂടമ്മക്ക് കയ്യോ ചുരുക്കി കൂടാ കയ്യോ ചുരുക്കി കൂടമ്മക്ക് കാലം മടക്കി കൂടാ ആടിക്കൊള്ളേ ആടിക്കൊള്ളേ പരിവാളും പിടിച്ചാടിക്കൊള്ള ആടിക്കൊള്ളേ പരിവാളും പിടിച്ചാടിക്കൊള്ള ആടിക്കൊള്ളേ ആടിക്കൊള്ളേ പള്ളിവാളും പിടിച്ചാടിക്കൊള്ള വളഞ്ഞ വളമേ വലങ്കയിലെങ്കിൽ ദാരി കണ്ട തലയി തങ്കയിൽ വളഞ്ഞ വളമേ വലങ്കയിലെങ്കിൽ ദാരി കണ്ട തലയി തങ്കയിൽ പാലക്കൊമ്പും പിടിച്ചാടിക്കൊള്ള ആടിക്കൊള്ളണ്ടമ്മ ആടിക്കൊള്ളേ പാലക്കൊമ്പും പിടിച്ചാടിക്കൊള്ള തന്നാരം തന്നാരവ തന്നാരം തന്നാരവ തന്നാരം തന്നാരം കളി തന്നാരവ തന്നാരോ
എല്ലാവരും എടുത്താ താലക്കാരുടെ എടുത്താ ചിരിച്ചോളന്ന് സർവത്ത് ഉണ്ടാക്കിയോ സർവത്ത് ജ്യൂസ് ഉണ്ടാ ഏതല്ലേ മുന്തിരി ഉണ്ടാ മുന്തിരി ഉണ്ട് അപ്പൊ മുന്തിരി ഇടണം മുന്തിരി മാങ്ങ മുന്തിരി മാങ്ങ മുന്തിരി മാങ്ങ
എഴുന്നള്ളിപ്പിൻ്റെ തകൃതിയായി ആഘോഷങ്ങൾ കഴിഞ്ഞതേ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ കേട്ടാ. അപ്പോൾ അതായത് നമ്മൾ ചേച്ചിമാരോടൊക്കെ വർത്താനം പറഞ്ഞ് കത്തി വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2 മണി സമയമൊക്കെ ആവില്ലേ നമ്മുടെ ഗുരുതി തുടങ്ങും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ഗുരുതിയോടുകൂടി ഈ തോറ്റം ദിവസത്തെ പരിപാടികളൊക്കെ അവസാനിച്ചു. ഇനി പിറ്റേ ദിവസം നാളെ പാട്ടാണ്. അപ്പോൾ ഇന്നത്തെ ചടങ്ങുകളൊക്കെ ഗംഭീരമായിട്ടത് ഗുരുതിയോടുകൂടി അവസാനിച്ചു കേട്ടോ. ഇനി അടുത്ത വ്ളോഗ് പാട്ടിൻ്റെ വ്ളോഗായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.